ഈ ആണവ ശാസ്ത്രജ്ഞന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. 8-9 ആണവ ശാസ്ത്രജ്ഞന്മാരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ആണവ പദ്ധതി ഇറാൻ നിർത്തിവെച്ചില്ല. സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള അനേകർ വധിക്കപ്പെട്ടു. മാത്രമല്ല IRGC തലപ്പത്ത് ഒരുപാട് പേരാണ് വധിക്കപ്പെട്ടത്. പക്ഷേ IRGC ഇന്നും ഫേമായി നിൽക്കുന്നു. രാജ്യത്തിൻ്റെ തന്നെ പരമോന്നത നേതാവ് അലി ഖമനയി കൊല്ലപ്പെട്ടു. അതുകൊണ്ട് ഇറാൻ രാജ്യത്തിൻ്റെ ആത്മവീര്യം തകർക്കാം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അതങ്ങനെയല്ല സംഭവിക്കുന്നത്. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ആണ് ഒപ്പം ചേരുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, യുദ്ധം 4 ആഴ്ചയിലേക്ക് എത്തുമ്പോൾ ഇറാനിലും അതോടൊപ്പം ലെബനാനിലും അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് ഇസ്രയേലും US-ഉം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. സമാനതകളില്ലാത്ത ആക്രമണങ്ങൾ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3-4 ദിവസത്തിനിടെ സുപ്രധാന നേതാക്കളെയാണ് ഇസ്രായേൽ ഇറാനിൽ വധിച്ചത്. പരമോന്നത സുരക്ഷാ ഉപദേഷ്ടാവ് അലി ലാരിജാനിയെ കൊലപ്പെടുത്തി. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയുള്ള മന്ത്രി ഇസ്മായിൽ ഖാത്തിബിനെയും കൊലപ്പെടുത്തി. അങ്ങനെ നിരവധി നേതാക്കളെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത്. വൻ നഷ്ടമാണ് ഇറാന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇറാന്റെ സൈനിക പ്രത്യാക്രമണങ്ങൾക്ക് മൂർച്ച കുറയുമോ? അങ്ങനെ പലരും സംശയം ഉന്നയിക്കുന്നുണ്ട്. അതാണ് ചോദിച്ചത്. തിരിച്ചടികൾ ഏറെ ഏൽറ്റ ഒരു രാജ്യമാണ് ഇറാൻ, അതിൽ സംശയമൊന്നുമില്ല. യുദ്ധം തുടങ്ങിയപ്പോൾ മാത്രമല്ല, അതിനു മുൻപും ഏറെ തിരിച്ചടികൾ മുൻ യുദ്ധത്തിൽ, അതായത് ഇസ്രായേലുമായി 2 പ്രാവശ്യം ഏറ്റുമുട്ടിയപ്പോഴും കാര്യമായ ആൾനാശമുണ്ടായി, നേതൃനാശമുണ്ടായി. അത് നിഷേധിക്കാനാവാത്ത ഒരു വസ്തുതയാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ഇറാൻ വാസ് ഏബിൾ ടു റീബിൽഡ്. അതായത് ഒരു നേതൃത്വം നഷ്ടപ്പെട്ടാൽ ആ സ്ഥാനത്ത് മറ്റൊരു നേതൃത്വം അവരോധിക്കാൻ തക്ക ഒരു ഇൻറ്റേർണൽ ഡൈനമിക്സ് ഇറാനുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് ഈ ആണവ ശാസ്ത്രജ്ഞന്മാർ ഒന്നൊന്നായി കൊല്ലപ്പെട്ടു. 8-9 ആണവ ശാസ്ത്രജ്ഞന്മാരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ആണവ പദ്ധതി ഇറാൻ നിർത്തിവെച്ചില്ല. സൈന്യത്തിൻ്റെ തലപ്പത്തുള്ള അനേകർ വധിക്കപ്പെട്ടു. മാത്രമല്ല IRGC തലപ്പത്ത് ഒരുപാട് പേരാണ് വധിക്കപ്പെട്ടത്. പക്ഷേ IRGC ഇന്നും ഫേമായി നിൽക്കുന്നു. രാജ്യത്തിൻ്റെ തന്നെ പരമോന്നത നേതാവ് അലി ഖമനയി കൊല്ലപ്പെട്ടു. യുദ്ധത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ 28-ാം തീയതി, ഫെബ്രുവരി 28-ാം തീയതി തന്നെ അദ്ദേഹം കൊല്ലപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഇറാൻ്റെ നേതൃത്വത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഇസ്രയേലിൻ്റെ ശൈലി, അമേരിക്കയുടെ ഇസ്രയേലിലെ ശൈലി, അത് ഒറിജിനലി ഇസ്രയേൽ ശൈലിയാണ്. അതുകൊണ്ട് ഇറാൻ രാജ്യത്തിൻ്റെ ആത്മവീര്യം തകർക്കാം എന്നായിരുന്നു ഉദ്ദേശം. പക്ഷേ അതങ്ങനെയല്ല സംഭവിക്കുന്നത്. ഈ ആത്മീയ നേതാവൊക്കെ ഇപ്പം പരമോന്നത നേതാവെന്ന് പറയുമ്പോൾ ഭൗതികമായ അധികാരങ്ങൾ, ആത്മീയമായ ഒരു ദർശനം, അതുപോലെ സൈന്യത്തിൻ്റെയും പൊളിറ്റിക്കൽ പ്രക്രിയയുടെയും അതുപോലെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെയും എല്ലാം മേൽ നിയന്ത്രണമുള്ള ഒരു പിതൃസ്ഥാനീയൻ. അങ്ങനെയാണ് ഇറാൻ ജനത അയത്തുള്ള അലി ഖമനിയെ കണ്ടത്. അദ്ദേഹത്തോട് വിയോജിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ നയത്തോട് വിയോജിപ്പുണ്ട്. അദ്ദേഹം നയിക്കുന്ന ഒരു ഭരണകൂടം നടത്തുന്ന അടിച്ചമർത്തലുകളോട്, മനുഷ്യാവകാശ ലംഘനങ്ങളോടെല്ലാം വിയോജിപ്പുള്ള ജനത തന്നെയാണ് ഇറാൻ്റെ ഭൂരിപക്ഷം ആളുകളും. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടപ്പോൾ ആ ഒരു വൈജാത്യങ്ങൾ, പ്ലൂറാലിറ്റി കുറയുകയും രാജ്യം മുഴുവൻ തന്നെ ഗവൺമെൻറ്, ആരാണോ ഗവൺമെൻറ്, ഇപ്പോൾ ഒരു നേതൃത്വം വധിക്കപ്പെട്ടാൽ അടുത്തയാൾ ആ ആളിൻ്റെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ ഇതിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനത്തിൻ്റെ തലപ്പത്തുള്ള ആൾ കൊല്ലപ്പെട്ടു. അതുപോലെ ഈ സുരക്ഷാ കൗൺസിലിൻ്റെ പരമോന്നത നേതാവ് അലി ലാരിജാനി കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ വധിക്കപ്പെടുമെന്നറിയാമല്ലോ. ലാരിജാനി കൊല്ലപ്പെടുമെന്നറിയാം. ഒരുപക്ഷെ മുജ്തബ ഖൊമേനിയും കൊല്ലപ്പെട്ടേക്കാം. അപ്പോഴെല്ലാം ഒരു ഓൾട്ടർനേറ്റ് വ്യവസ്ഥ ഇറാനിൽ വരും എന്ന ഒരു പ്രതീക്ഷയിലാണ് ജനം. അതുകൊണ്ടാണ് വ്യക്തികളെ കൊന്നൊടുക്കുന്നതുകൊണ്ട് മാത്രം പൂർണ്ണമായി ഇറാൻ്റെ പോരാട്ട വീര്യത്തെ നശിപ്പിക്കാനാവില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇവിടെ ഈ അലി ലാരിജാനിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേലിൽ ക്ലസ്റ്റർ ബോംബുകളുടെ വലിയ പ്രഹരം നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇറാൻ. പക്ഷേ ഇറാനെ തോൽപ്പിക്കാൻ ഈ യുദ്ധത്തിൽ കഴിയില്ല എന്ന് മിക്ക പ്രതിരോധ വിദഗ്ധരും പറയുമ്പോഴും ഇറാന്റെ ഉന്നത നേതാക്കൾ എല്ലാം കൊല്ലപ്പെടുകയാണ് ഓരോ ദിവസം കഴിയുന്തോറും. വലിയ നഷ്ടങ്ങൾ സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ എണ്ണപ്പാടങ്ങളിൽ വരെ ഇറാൻ ഉണ്ടാകുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇറാന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇസ്രായേലിനും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇറാന് എത്ര കാലം ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാകും?
ഇറാൻ എന്തായാലും അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്നുറപ്പാണ്. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട സ്ഥിതിയിലല്ലേ ശരിക്കും ഇറാൻ? യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട തന്ത്രങ്ങളിൽ ഒന്നാണ് ചോക്ക് ചെയ്യുക. ഈ ചോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കഴുത്ത് ഞെരിക്കുമ്പോൾ ശ്വാസം കിട്ടാതെയാകും. ഈ ഹോർമൂസ് ഉപരോധം, യഥാർത്ഥത്തിൽ ഹോർമൂസ് അല്ല, എണ്ണക്കപ്പലുകൾ, ഇറാൻ്റെ എണ്ണക്കപ്പലുകൾ എണ്ണ വിൽക്കാനായി ഓപ്പൺ കടലുകളിലേക്ക് പോകുന്നില്ല എന്ന് ആദ്യം ഉറപ്പുവരുത്തിയത് ചോക്കിംഗ് നമ്പർ 1 ആണ്. അപ്പോൾ ഇറാനെതിരെ ഉപരോധമുണ്ടായി. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങി. നന്ദിപ്പെരുപ്പം വലിയ ഭീതിതമായ രീതിയിൽ വർദ്ധിച്ചു. സിവിൽ അൺട്രസ്റ്റ് വർദ്ധിച്ചു. അങ്ങനെ ഒരു ചോക്കിംഗ്, ആദ്യ ലെവൽ ചോക്കിംഗ് ആണ്. പക്ഷെ ആ ചോക്കിംഗ് ഇറാൻ സംഹൗ അതിജീവിച്ചു. ഇറാൻ ജനത വലിയ ബുദ്ധിമുട്ടിലാണ്. പക്ഷേ അവർ ഭരണകൂടത്തോടൊപ്പം ഭരണകൂടത്തെ എതിർത്തു. കഴിഞ്ഞ വർഷം ഡിസംബർ 28 മുതൽ ജനുവരി 13 വരെ ഏതാണ്ട് അരമാസം നീണ്ടു നിന്ന കൊടുമ്പിരിക്കൊണ്ട പ്രക്ഷോഭങ്ങൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്, ക്യാമറ കണ്ണുകളിലൂടെയൊക്കെ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ഇത് കെട്ടുകഥയല്ല, പ്രക്ഷോഭങ്ങളുണ്ടായി. പക്ഷേ ചോക്ക് ചെയ്തത് ഉപരോധത്തിലൂടെ അമേരിക്കയും ഇസ്രയേലുമാണ്. ഇസ്രയേൽ എന്ന് പറയാനാവില്ല, അന്ന് അമേരിക്കയുടെ മാത്രം ഉപരോധമാണ്. യുദ്ധം കഴിഞ്ഞ ആണ്ടിലുണ്ടായിരുന്നു, അതിന് മുൻപത്തെ ആണ്ടിലും ഉണ്ടായിരുന്നു യുദ്ധം. പക്ഷേ ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടു നിന്ന യുദ്ധമാണ്. ചോക്കിംഗ് പോരാതെ വന്നപ്പോൾ ആണ് എങ്കിൽ പിന്നെ യഥാർത്ഥത്തിൽ ബലപ്രയോഗം, ഉപരോധം ആ രീതിയിൽ നേരിട്ടുള്ള ബലപ്രയോഗമല്ല, ഇൻഡയറക്റ്റ്ലി വളഞ്ഞു പിടിക്കുകയാണ് ബലപ്രയോഗം. ഈ ബലപ്രയോഗത്തിൽ ടാർഗറ്റ് ചെയ്തത് 2 കാര്യങ്ങളെയാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നത നേതൃത്വത്തെ, എല്ലാ മേഖലയിലുമുള്ള സാമൂഹിക, രാഷ്ട്രീയ, സൈനിക, മത നേതൃത്വത്തെ വധിക്കുക. അങ്ങനെ ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം ഇല്ലാതെയാകും. നാഥനില്ല കളരിയായി മാറും ഇറാൻ എന്നായിരുന്നു ചിന്ത. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി ഇറാൻ കണ്ടിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് എല്ലാ സ്ഥാനത്തേക്കും അടുത്തയാൾ, അദ്ദേഹം വധിക്കപ്പെട്ടാൽ അടുത്തയാൾ ഇത് കരുതി വെച്ചിരുന്നു എന്നാണ് ഇപ്പോൾ 3 ആഴ്ച കഴിഞ്ഞ്, യുദ്ധം 3 ആഴ്ച കഴിഞ്ഞ് 4-ാം ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനേക കൊലപാതകങ്ങൾ കണ്ടു ആക്രമണത്തിലൂടെ. പക്ഷേ അവിടെ ഒരു പ്രതിരോധമുണ്ട്. ആ ചോക്കിങ് പോലും, അത് നേതൃത്വത്തെ എലിമിനേറ്റ് ചെയ്യുന്നതിലൂടെ ചോക്ക് ചെയ്യപ്പെടുകയാണ്, സ്ക്വീസ് ചെയ്യപ്പെടുകയാണ്. അവിടെയും പൂർണ്ണമായി ഇറാനെ വരുതിക്ക് കൊണ്ടുവരാൻ അമേരിക്കയ്ക്കും ഇസ്രായേലും കഴിഞ്ഞില്ല എന്നതുകൊണ്ടാണ് 3ാമത്തെ തന്ത്രത്തിലേക്ക് കടക്കുന്നത്. അത് സ്വല്പം കടന്ന കൈയാണ്. ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. ഒരു ബോക്സിംഗ് കോമ്പറ്റീഷനിലൊക്കെ ഈ ബെൽറ്റ് വരെയുള്ള ഭാഗത്ത് അപ്പർ ബോഡിയിൽ ഇടിക്കാം. പക്ഷെ അതിന് താഴേക്ക് ഇടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് വലിയ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടാകും, ജീവഹാനി തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ് എന്ന് പറയുന്നത്. എണ്ണപ്പാടങ്ങൾ, ഇറാൻ്റെ ജീവിത ഉപാധി ആണ് എണ്ണ വിറ്റാണ് ഇറാൻ ജീവിക്കുന്നത്. 80% എണ്ണയും ഇറാൻ വിൽക്കുന്നത് ചൈനയിലേക്കാണ്. അപ്പോൾ ചൈന വാങ്ങുന്നില്ല എങ്കിൽ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യാൻ മറ്റിടങ്ങൾ വാങ്ങില്ല. ഇറാൻ എണ്ണ വാങ്ങില്ല, വാങ്ങാൻ അനുവദിക്കില്ല അമേരിക്ക. അപ്പോൾ ചൈന ഇതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് ചൈന വാങ്ങും. പക്ഷെ അതുകൂടി ഇല്ലാതാകുമ്പോൾ ഇറാൻ പൂർണ്ണമായി ചോക്ഡാകും എന്നതാണ് ചിന്ത. അതുകൊണ്ട് സാമ്പത്തിക കേന്ദ്രങ്ങൾ, ഇറാൻ്റെ വാതകപ്പാടങ്ങൾ, എണ്ണപ്പാടങ്ങൾ, എണ്ണ റിഫൈനറീസ്, ഇതൊക്കെ ടാർഗറ്റ് ചെയ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായി ഇറാൻ്റെ തിരിച്ചടി, ഇപ്പോൾ ലാരിജാനി വധിക്കപ്പെട്ടു എന്നതിനുള്ള ഒരു മറുപടി മാത്രമല്ല, എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെട്ടുമ്പോൾ അതിനർത്ഥം മുൻപിൻ നോക്കേണ്ടതില്ല എന്നൊരു ചിന്തയിൽ ഇറാൻ തിരിച്ചടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഏത് യുദ്ധത്തിലും ചില സാമാന്യ മര്യാദകൾ, ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ആണവ ആയുധം ഇറാൻ നിർമ്മിക്കും എന്നതാണ് വിഷയമെങ്കിൽ ആണവ കേന്ദ്രങ്ങളിൽ മാത്രമായി ഉപരോധം ഒതുക്കുകയും അല്ലെങ്കിൽ ആണവ ഉപാധികൾ നീക്കുന്നതിന് കർശനമായ മോണിറ്ററിങ് സ്ഥാപിക്കുകയും അതിനുള്ള കരാർ ഒപ്പിടുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായ മാർഗം. ഇനി അതുമല്ല എങ്കിൽ രഹസ്യമായി ആണവ ബിൽഡപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആണവ ശേഷി നശിപ്പിക്കുന്ന വികിരണം ഉണ്ടാകാതെ തന്നെ ആണവ സെൻട്രിഫ്യൂഗുകളൊക്കെ നശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായെങ്കിൽ അത് പരീക്ഷിക്കാവുന്നതാണ്. അവിടെയും സാമ്പത്തിക സ്ഥിരാകേന്ദ്രത്തെ ബാധിക്കുന്നത്. കാരണം ഇറാൻ്റെ സാമ്പത്തിക സ്ഥിരാകേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ ഇറാൻ ജനതയോട് കാട്ടുന്ന യുദ്ധമാണ്. ഇറാൻ ഗവൺമെൻറ്റിനോടാണ് അമേരിക്ക യുദ്ധം ചെയ്യുന്നത്. പക്ഷേ ഇറാൻ ജനതയോട് യുദ്ധം ഞങ്ങൾ ചെയ്യുന്നില്ല, ഇറാൻ ജനതയുടെ മോചനത്തിനാണ് യുദ്ധം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജീവിത ഉപാധിയാണ് എണ്ണ വിറ്റ് കിട്ടുന്ന പണമാണ് തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾക്ക് അവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഗവൺമെൻറ് വിനിയോഗിക്കുന്നത്. അതൊന്നും തന്നെ ഇല്ലാതായി കഴിഞ്ഞാൽ തീരെ ദരിദ്ര രാജ്യമായി ഇറാൻ മാറും. അതിൻ്റെ ഉത്തരവാദി ആരാവും?
അപ്പം അതുകൊണ്ട് ധാർമ്മികമായി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അത് മാത്രമല്ല, ഇറാൻ എല്ലാ രീതിയിലും ചോക്ഡ് ആവുകയാണെങ്കിൽ മറ്റൊന്നും നോക്കേണ്ട, ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും ദുർബലമായ ഇടങ്ങൾ, ഏറ്റവും വൾണറബിൾ ഇടങ്ങൾ, അത് എണ്ണപ്പാടങ്ങൾ തന്നെയാണ്, സാമ്പത്തിക സ്രോതസ്സാണ്. ആ സാമ്പത്തിക സ്രോതസ്സിലേക്ക് ഇറാൻ മിസൈലുകൾ വായിക്കാൻ നോക്കിയാൽ ഇപ്പോൾ തന്നെ സംഭവിക്കുന്നു. എന്താവും ഫലം? അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഒരു രാജ്യത്തെ അളമുട്ടിച്ചാൽ അത് തീർച്ചയായും ആ രാജ്യം എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് കൃത്യമായി പറയാനാവില്ല. ഇറാൻ ഇപ്പോൾ പ്രതികരിക്കുന്നത് ഒരുപക്ഷെ അമേരിക്ക ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ രൂക്ഷമായ രീതിയിൽ, കൂടുതൽ ദൈർഘ്യമുള്ള ഒരു കാലഘട്ടം എടുത്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വേണം കരുതാൻ. മറ്റൊരു കാര്യമുള്ളത്, വിയറ്റ്നാമിൽ അമേരിക്ക തോറ്റുമടങ്ങിയ ഒരു സാഹചര്യം പോലെയാകും ഇറാനിലെ കാര്യങ്ങൾ എന്ന് പറയുന്ന ചില വിദേശകാര്യ വിദഗ്ധരുമുണ്ട്. ആ സാധ്യതയിലേക്ക് കാര്യങ്ങൾ ഇനി എത്തുമോ? ഒപ്പം തന്നെ ഈ യുദ്ധം നിർത്താൻ എന്തെങ്കിലും മധ്യസ്ഥ ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ? പശ്ചിമേഷ്യ മാത്രമല്ലല്ലോ, ലോകത്തെ ആകെ ഈ യുദ്ധം ബാധിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമൊന്നും ഒരു രാജ്യവും ഒരു യുദ്ധവും തോറ്റിട്ടില്ല, വിജയിച്ചിട്ടുമില്ല എന്നതാണ് ആത്യന്തികമായ കണക്കെടുപ്പിൽ വ്യക്തമാകുന്നത്. വിയറ്റ്നാമിൽ എത്ര വർഷമാണ് അമേരിക്ക യുദ്ധം ചെയ്തത്? വിയറ്റ് കോങ് ഗറില്ലകളിൽ നിന്നും വിയറ്റ്നാം, അത് കമ്മ്യൂണിസ്റ്റ് ഗറില്ലകളിൽ നിന്നും വിയറ്റ്നാമിനെ മോചിപ്പിക്കുക, അതായത് വടക്കൻ വിയറ്റ്നാമിൽ നിന്നും തെക്കൻ വിയറ്റ്നാമിലേക്ക് ഇരച്ചു കയറിയ, അമേരിക്കൻ സ്വാധീന മേഖലയായ തെക്കൻ വിയറ്റ്നാമിലേക്ക് ഇരച്ചു കയറിയ കമ്മ്യൂണിസ്റ്റ് സേനകളെ തുരത്താൻ വേണ്ടി വിയറ്റ്നാമിൽ തമ്പടിച്ച് 1975 തുടങ്ങിയ ഇടപെടലാണ്. 1965 തുടങ്ങിയ ഇടപെടലാണ്. അത് അവസാനിച്ചത് 1973. അപ്പോൾ 8 വർഷം നീണ്ടു നിന്ന ഘോരമായ യുദ്ധം, അത് ടോട്ടലി അൺകൺവെൻഷണൽ യുദ്ധമായിരുന്നു. അതുകൊണ്ട് ഏതാനും ദിവസങ്ങൾ വിയറ്റ്നാമിലെ തവിട്ട് പൊടിയാക്കാം എന്ന മട്ടിൽ ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഒരുപക്ഷെ മണിക്കൂറുകൾ മാത്രം നീണ്ടു നിൽക്കും എന്ന് കരുതിയ യുദ്ധത്തിന് 8 വർഷം ആയുസുണ്ടായി. അന്ന് വിയറ്റ്നാം ഉണ്ടായിരുന്നതിനേക്കാൾ എത്രയോ, വിയറ്റ്നാമിന് കാര്യമായ ആൾബലമോ സൈന്യമോ വലിയ പ്രഹരശേഷിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, വിമാനങ്ങളോ അല്ലെങ്കിൽ വലിയ ഗൺസോ ഒന്നുമില്ല. ഇതൊക്കെ ഗറില്ല യുദ്ധമുറയിലൂടെയാണ് കാടുകൾ, വിയറ്റ്നാമിലെ കാടുകൾ അമേരിക്കയ്ക്ക് ചതിക്കുഴി ഒരുക്കി എന്ന് പറയുന്നതാവും ശരി. സമാനമായ രീതിയിൽ ഇറാൻ്റെ മലനിരകൾ, ഇറാൻ്റെ താഴ്വരകൾ, ഇറാൻ്റെ പീഠഭൂമി, ഇറാൻ്റെ ഇന്നാക്സസിബിൾ ടെറൈൻ, ഇതൊക്കെ അമേരിക്കയ്ക്ക് കരയുദ്ധമുണ്ടായാൽ ചതിക്കുഴി ഒരുക്കും എന്ന് പൊതുവെ ഒരു നിഗമനമുണ്ട്. അതുകൊണ്ടാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് ലക്ഷ്യങ്ങൾ നേടാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു, എത്രയും നീട്ടിക്കൊണ്ടു പോകാൻ ഇറാനും ആഗ്രഹിക്കുന്നു എന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വെനിസ്വേലയിൽ സാധിച്ചത് ഇറാനിൽ സാധിക്കണമെന്നില്ല. വെനിസ്വേലയിൽ യഥാർത്ഥത്തിൽ ഒരു യുദ്ധമേ അവിടെ നടന്നില്ല, ഒരുതരം കമാൻഡോ ഓപ്പറേഷനാണ് അവിടെ നടന്നത്. കാര്യമായ മരണങ്ങളില്ല, കാര്യമായ ആൾനാശമില്ല, എല്ലാം മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ച രീതിയിൽ ഒരു സ്റ്റേജ് മാനേജ്ഡ് ആക്ടിവിറ്റിയാണ് വെനിസ്വേലയിൽ നിക്കോളാസ് മദുറോയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയതിലൂടെ കണ്ടത്. ഒരു ഓൾട്ടർനേറ്റ് ലീഡർഷിപ്പ് അമേരിക്ക മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ ആ ലീഡർഷിപ്പ് ചേഞ്ച് സംഭവിച്ചു. എല്ലാം അമേരിക്ക തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ച് മുന്നേറി. ആ ട്രാക്ക് റെക്കോർഡിലാണ് ഇറാനിലേക്ക് യുദ്ധം വ്യാപിപ്പിച്ചത്. ഇപ്പോഴിതാ ഇറാനിൽ നിന്നും തലയൂരാനാവാത്ത രീതിയിലേക്ക് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിട്ടില്ല. റെജ്യൂം ചേഞ്ച് എന്നത് പൂർണ്ണമായി നിറവേറ്റപ്പെട്ടിട്ടില്ല. ആണവായുധങ്ങൾ കുറച്ചുകൊണ്ട് വരാൻ ഒരുപക്ഷെ സാധിക്കുമായിരിക്കും. ആണവ നിലയങ്ങളിലുള്ള ആക്രമണം കാരണം തീർച്ചയായും ഒരു 10 വർഷത്തേക്കെങ്കിലും ഇറാന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇറാൻ്റെ നടുവൊടിക്കുക വഴി ഒരു ഭാവിയിലുള്ളൊരു ഭരണക്രമം, അത് ആര് വന്നാലും അമേരിക്കൻ അനുകൂല ഭരണക്രമമാണെങ്കിലും ഈ സ്വന്തം ഇപ്പോഴത്തെ ഭരണക്രമത്തിൻ്റെ ഒരു പുതിയ രൂപമാണെങ്കിലും ശരി, പൂർണ്ണമായി 2 കാലിൽ നിൽക്കാനാവാത്ത രീതിയിൽ അസ്ഥിരതയാണ്. ഒരു പക്ഷേ ആത്യന്തികം യുദ്ധം കഴിഞ്ഞ് നോക്കുമ്പോൾ ആത്യന്തികം ഒരു വിജയം ഉണ്ടാവില്ല. ഇറാൻ ഒരു പക്ഷേ വിജയം അവകാശപ്പെടും, അമേരിക്ക വലിയ വൻ വിജയം അവകാശപ്പെടും, 2 കൂട്ടരും അവകാശപ്പെടും. അമേരിക്ക പൂർണ്ണമായി ഇറാനെ കീഴടക്കാനാവാതെ വരുമ്പോൾ ഇറാൻ വിജയം അവകാശപ്പെടും. അത് അവർക്ക് അർഹതയുമുണ്ട്, അതങ്ങനെ അവകാശപ്പെടാൻ പറ്റും. കാരണം അമേരിക്കയാണല്ലോ യുദ്ധം ചെയ്തത്, യുദ്ധം പ്രഖ്യാപിച്ചു. ഇറാൻ അമേരിക്കയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചില്ലല്ലോ, അമേരിക്കയാണല്ലോ യുദ്ധം. ആരും പ്രഖ്യാപിച്ചിട്ടില്ല, ഇപ്പോഴും യുദ്ധം പ്രഖ്യാപിച്ചിട്ടൊന്നുമില്ല, യുദ്ധമങ്ങ് നടക്കുകയാണ്. പണ്ട് മുൻകാലങ്ങളിലായിരുന്നു പ്രഖ്യാപനം. 2ാം ലോക മഹായുദ്ധമൊക്കെ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം. ഇപ്പോൾ അപ്രഖ്യാപിതമായ ആക്രമണമാണ്, നമ്മളതിനെ യുദ്ധമെന്ന് വിളിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് ഇത് നീണ്ടുപോകാൻ പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ്, വിയറ്റ്നാം യുദ്ധം മാതിരിയല്ല, മറിച്ച് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ മാതൃകയിൽ ഒരു പക്ഷേ നീണ്ടുപോകാൻ, ഒരൊറ്റ
അറ്റത്തെത്തിച്ച് നിർത്താൻ കഴിയാത്ത രീതിയിൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത ആദ്യ ഘട്ടങ്ങളിൽ, ഇപ്പം 3 ആഴ്ച മാത്രമേ കടന്നിട്ടുള്ളൂ, ഒരു വലിയ ദീർഘമായ കാലാവധിയല്ല. അപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പ്രഷർ ലോകത്തിൻ്റെ സമസ്ത മേഖലയിലും ഉണ്ടായി എന്ന് പറയുമ്പോൾ എൻഡ് ഈസ് നോട്ട് ഇൻ സൈറ്റ്. ഇത് വരുത്തി വെച്ചത് തീർച്ചയായും ഡൊണാൾഡ് ട്രംപിൻ്റെ ഉപദേശകർ ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. ഡൊണാൾഡ് ട്രംപ് ഒരുപാട് ഉത്തരങ്ങൾ പറയേണ്ടി വരും. എന്തെല്ലാം ലക്ഷ്യമാക്കിയോ ആ ലക്ഷ്യങ്ങൾക്കൊരു സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നോ, ആ സമയപരിധിക്കുള്ളിൽ അവസാനിപ്പിക്കാൻ കഴിഞ്ഞോ എന്നാണ് ചോദ്യമെങ്കിൽ ഒന്നും യെസ് എന്ന ഉത്തരമില്ല. ലക്ഷ്യം കൃത്യമായി ഡിഫൈൻഡ് അല്ലായിരുന്നു. ഇപ്പോഴും അറിയില്ല എന്താണ് യഥാർത്ഥ ലക്ഷ്യമെന്ന്. നമ്മൾ ഊഹിക്കുന്നതല്ലേ, ഇറാനിൽ ഭരണമാറ്റമെന്ന് ഊഹിക്കുന്നു, അതുപോലെ ആണവ പദ്ധതി ഊഹിക്കുന്നു, അല്ലേ? യഥാർത്ഥത്തിൽ ഇസ്രയേലിൻ്റെ സ്കീം ഓഫ് തിങ്സ് നടപ്പാക്കിയെടുക്കാൻ അനുകൂലമായൊരു സാഹചര്യം വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇത് ചെയ്തു എന്നാണ് വലിയ നമ്പർ ആളുകൾ വിശ്വസിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു വരുന്നതും. അതുകൊണ്ടാണ് ഇസ്രയേലിൻ്റെ യുദ്ധം അമേരിക്ക ചെയ്യുമ്പോൾ ആരാണ് പിൻവലിക്കേണ്ടത്? ഇത് ഇസ്രയേലിൻ്റെ യുദ്ധമാണ് എന്ന് അമേരിക്കയ്ക്ക് ഇസ്രയേലിനോട് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ യുദ്ധം ഞങ്ങൾ ഇത്രയും കാലം ചെയ്തു, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് സുരക്ഷയായി കഴിഞ്ഞു, അതുകൊണ്ട് തങ്ങൾ പിന്മാറുന്നു എന്ന് പറഞ്ഞ് പിന്മാറാനുള്ള അവസരം ഇപ്പോഴുമുണ്ട്. 2 കൂട്ടർക്കും ഇറാൻ കീഴടങ്ങിയില്ല എന്ന് അഭിമാനിക്കാം, അമേരിക്കയ്ക്ക് ചില ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന് അഭിമാനിക്കാം, ഇറാൻ ടോപ്പ് ലീഡർഷിപ്പിനെ കൊന്നൊടുക്കിയെന്ന് അഭിമാനിക്കാം. അതുകൊണ്ട് ഒരു രീതിയിലും കൃത്യമായ വിജയം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. 2ാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇപ്പോഴും ഉണ്ടാവുന്നില്ല, ഇനിയും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് കരയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന അന്തരീക്ഷമുണ്ടായാൽ ഒരു വിജയവും ഉണ്ടാവില്ല. 2ഇടത്തും വിജയം ഉണ്ടാവില്ല. പരാജയം എന്ന് പറഞ്ഞാൽ വിജയം ക്ലെയിം ചെയ്യും. പരാജയം സാധാരണക്കാരായ ഇറാനിയൻ ജനതയ്ക്ക്, സാധാരണക്കാരായ പ്രവാസികൾക്ക്, ഗൾഫ് രാജ്യങ്ങൾ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക്, ഗൾഫ് രാജ്യങ്ങളുടെ ഇക്കോണമിക്ക്, അവിടെ എല്ലാം പരാജയങ്ങളും നഷ്ടങ്ങളുമാണ് ഉണ്ടാകുന്നത്. ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് നേടി എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കും. എന്തിനായിരുന്നു ഈ യുദ്ധം എന്ന ചോദ്യം ചോദിക്കും. അതിന് ഉത്തരം പറയാൻ ആരും ഉണ്ടാവില്ല. അങ്ങനെ എങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം പറഞ്ഞ് ഒഴിയുക മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാനാവുക.